ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ആഴ്ച കൂറുഫലമാണ്. 2025 ഓഗസ്റ്റ് 17 മുതൽ 23 വരെയുള്ള നിങ്ങളുടെ ഈ ആഴ്ചയിലെ നക്ഷത്രഫലം, ആഴ്ച വാരഫലമാണ് ഞാനിവിടെ പറയുന്നത്. ആദ്യം മേടക്കൂറിന്റെ വാരഫലം എന്താണെന്ന് നോക്കാം. ഓഗസ്റ്റ് 17 മുതൽ 23 വരെയുള്ള വാരഫലം. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തിക, കാലി, ഇതാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ ആഴ്ച. തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇവരെ സംബന്ധിച്ച് തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഇവർ ധൈര്യപൂർവം നേരിട്ടാൽ വിജയിക്കാവുന്ന കാര്യമുള്ളൂ. ഈ തൊഴിൽ പ്രശ്നം ഉണ്ടായാൽ അവർ അത് ധൈര്യപൂർവം അതിനെ നേരിട്ടാൽ അത് അവർക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ അത്യാവശ്യമാണ്. ഇവരെ സംബന്ധിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യ കാര്യങ്ങളിലും ഇവർക്ക് ശ്രദ്ധ വേണ്ടതാണ്. അപ്പൊ ഗുണദോഷ സമ്മിശ്രമായ ഒരു അവസ്ഥയായിരിക്കും മേടക്കൂറുകാർക്ക് ഈ ആഴ്ച വാരഫലം. എടവക്കൂറ് കാർത്തിക, മുക്കാൽ, രോഹിണി, മകീരം, മര, ഇതാണ് എടവക്കൂറ്. ഇവർക്ക് ഈ ആഴ്ച ഗുണകരമായ പല കാര്യങ്ങളും നടക്കാനുള്ള സാധ്യതയുണ്ട്. വരുമാനത്തിൽ പുരോഗതി ഉണ്ടാകും. ജോലിയിൽ പ്രശംസ ലഭിക്കാനായിട്ട് ഇവർക്ക് സാധ്യതയുണ്ട്. ചെയ്യുന്ന ജോലിയിൽ അംഗീകാരം കിട്ടും, പ്രശംസ കിട്ടും, ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പറ്റിയ ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. അതിനുള്ള സമയമാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന ഒരാഴ്ചയാണിത്. ഇനി മിഥുനക്കൂറില് മകീരം, മര, തിരുവാതിര, പുണർദം, മുക്കാലി, ഈ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിൽ വരുന്നത്. ഈ ആഴ്ച ഇവർക്ക് ചില ആശയക്കുഴപ്പങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ച്, ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചില ആശയക്കുഴപ്പം ഈ ആഴ്ചയിലുണ്ടാകും. തീരുമാനങ്ങൾ ആലോചിച്ചെടുക്കണം. ഇവർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് ആലോചിച്ചെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സുഹൃത്തുക്കളുമായി ഇടപെടുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. ചതിയിൽപ്പെടാതെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യ കാര്യങ്ങളിലും പ്രത്യേകിച്ച് ശ്രദ്ധ ഇവർക്ക് വേണ്ടതാണ് ഈ ആഴ്ച. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം, കാലി, പൂയം, ആയില്യം. ഇവർക്ക് ഈ ആഴ്ച വളരെ നല്ലതായിട്ടാണ് കാണുന്നത്. തൊഴിൽപരമായി നേട്ടങ്ങൾ ഉണ്ടാവും. തൊഴിലിൽ പുരോഗതി ഉണ്ടാവും, അഭിവൃദ്ധി ഉണ്ടാവും. സാമ്പത്തിക പുരോഗതിയും ഇവരെ സംബന്ധിച്ച് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. ഇവരുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഇനി ചിങ്ങക്കൂറിന്റെ ഈ ആഴ്ചയിലെ ഫലം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം, കാലി, ഇതാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് ഈ ആഴ്ച നേട്ടത്തിൻ്റെതാണ്. ഈ ആഴ്ച അവർക്ക് വളരെയധികം കാര്യങ്ങൾ നേടാവുന്ന ഒരു സമയമായിരിക്കും. നല്ല അനുഭവങ്ങൾ അവരെ സംബന്ധിച്ച് ഇനി ഉണ്ടാവും. പുതിയ സ്നേഹബന്ധങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ജോലിയിൽ അംഗീകാരം കിട്ടും. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയിൽ അവർക്ക് അംഗീകാരവും പ്രശംസയും കിട്ടാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയുണ്ടായിരിക്കും ഈ ആഴ്ച ചിങ്ങക്കൂറുകാർക്ക്. കുടുംബാംഗങ്ങളുമായി സമയം ചെലവഴിക്കാനൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞെന്നു വരും. കന്നിക്കൂറ് ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, അര. ഇവർക്ക് ഈ ആഴ്ച ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തടസ്സങ്ങൾ വന്നു ചേരും. എന്നാൽ ക്ഷമയും വിവേകവും കാണിച്ചാൽ അതിനെ നേരിടാൻ അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യാൻ ഇവർക്ക് സാധിക്കാവുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതേപോലെ തന്നെ ആരോഗ്യ കാര്യത്തിലും ഈ
ആരോഗ്യവും സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര, ചോതി, വിശാഖം, മുക്കാല്. ചിത്തിര, ചോതി, വിശാഖം, മുക്കാലാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് ഈ ആഴ്ച ശുഭകരമായ പല കാര്യങ്ങളും നടക്കാനായിട്ട് ഇടവരുന്നതാണ്. നല്ല കാര്യങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഇവർ ശ്രമിക്കും. ഈ ആഴ്ച പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് അവർ ആലോചിച്ചെന്ന് വരും. സാമ്പത്തികമായി നേട്ടമുണ്ടാവുന്ന ഒരാഴ്ചയാണ് ഈ തുലാക്കൂറിൽ വരുന്ന ചിത്തിര, ജ്യോതി, വിശാഖം, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക്. കുടുംബത്തിൽ സന്തോഷവും നല്ലൊരു അവസ്ഥയും നിലനിൽക്കും. കൂട്ടുകാരുമായി സമയം ചെലവഴിക്കാനും അവസരം വരും. ഈ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിൽ വരുന്നത്. ഇവർക്ക് ഈ ആഴ്ചയിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് വന്നേക്കാം. ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ചയിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ, എന്തെങ്കിലും കാര്യത്തിന് തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നാൽ കുറച്ച് ബുദ്ധിമുട്ട് ഇവർക്ക് നേരിടാവുന്നതാണ്. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ സൂക്ഷിച്ചു വേണം. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതൊന്ന് ആലോചിച്ചിട്ട് വേണ്ടതാണ്. ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടും വരും. ഇവരെ സംബന്ധിച്ച് ഇവർ ജോലിയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. ആരോഗ്യ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ വൃശ്ചികക്കൂറുകാരായ നക്ഷത്രക്കാർ. ധനിക്കൂറിൽ വരുന്ന നക്ഷത്രം മൂലം, പൂരാടം, ഉത്രാടം, കാലി. ഇവർക്ക് ഈ ആഴ്ച ഗുണകരമാണ്. തൊഴിൽപരമായി വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാവും. തൊഴിലിൽ ഉന്നതി ഉണ്ടാവും, പ്രശസ്തി ഉണ്ടാവും. അതേപോലെ തന്നെ തൊഴിലിൽ നിന്നും നല്ല വരുമാനവും ഇവർക്കുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പുതിയ ചില ഉത്തരവാദിത്തങ്ങൾ ഇവർ ഈ ആഴ്ചയിൽ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്ന ചില ഉത്തരവാദിത്തമുള്ള കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധാപൂർവം ഇടപെടേണ്ടതാണ്. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാകാനായിട്ടുള്ള ഒരു ആഴ്ചയാണ് ധനിക്കൂറുകാർക്ക് ഈ ആഴ്ച. മകരക്കൂറ്, ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, വര. ഇതാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് ഈ ആഴ്ചയിൽ ചില പ്രശ്നങ്ങളും വെല്ലുവിളികളും നേരിടേണ്ടതായിട്ട് വരും. എന്നാലും ചില കഠിനാധ്വാനത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ഗുണകരമായി വരികയും ചെയ്യും. ജാഗ്രത കുറവ് സാമ്പത്തിക ഇടപാടുകളിൽ വരുത്തരുത്. കാരണം സാമ്പത്തിക ഇടപാടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ജാഗ്രത കുറവുണ്ട്, ഒരിക്കലത് വരാനിടവരരുത്. ആരോഗ്യപരമായ കാര്യങ്ങളിലും ഈ മകരക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം, മര, ചതയം, പൂരുരുട്ടാതി, മുക്കാലി. ഇതാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് ഈ ആഴ്ച സന്തോഷപ്രദമായ കാര്യങ്ങൾ കുടുംബത്തിൽ നടക്കും. സന്തോഷപ്രദമായിരിക്കും ഇവരുടെ ഈ ആഴ്ച. പല വിഷയങ്ങളിൽ നിന്നും സന്തോഷമുണ്ടാകും ഇവർക്ക്. പല കാര്യങ്ങളിൽ നിന്നും, പല വിഷയങ്ങളിൽ നിന്നും ഇവർക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു സമയമാണ്. തൊഴിൽ രംഗത്ത് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും. തൊഴിലിൽ ഉന്നതി ഉണ്ടാവും. പുതിയ തൊഴിൽ അവസരങ്ങൾ ഇവരെ തേടി വരും. സാമ്പത്തിക നേട്ടമുണ്ടാക്കും. കുടുംബത്തിൽ മനസമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ഒരാഴ്ചയാണ്. മീനക്കൂറ്, പൂരുരുട്ടാതി, കാലി, ഉത്രട്ടാതി, രേവതി. ഇവർക്ക് ഈ ആഴ്ച വളരെ നല്ല ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. പുതിയ പ്രവർത്തനങ്ങൾ ആലോചിക്കും. പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങാനായിട്ട്, പുതിയ പ്രവർത്തനങ്ങളെപ്പറ്റി ആലോചിക്കാനായിട്ട് ഇവർ ആലോചിച്ചെന്ന് വരും. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇവരൊന്ന് ശ്രദ്ധിച്ചാൽ നേട്ടങ്ങൾ ഉണ്ടാകും. ആരോഗ്യ കാര്യങ്ങളിലും ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ കാണുന്നത്. ഈ വാരഫലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.